അണ്ണാമലൈ ഇനിയിപ്പം വീണ്ടും പ്രവർത്തന രംഗത്തേക്ക് വരികയാണ്. അതിപ്പോൾ സംസ്ഥാന അധ്യക്ഷനാകണം എന്ന് മാത്രമില്ല, കാരണം അണ്ണാമലയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് അദ്ദേഹത്തെ ഒരു സെൻറ്ററാക്കി മാറ്റി പ്രവർത്തനം വീണ്ടും ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. കാരണം ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത്. കാരണം AIADMK തീർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ആ പാർട്ടിക്ക് ഇനി ഭാവിയില്ല. അതുകൊണ്ട് തന്നെ കൊങ്കുനാട്ടിൽ ഉൾപ്പെടെ AIADMKയുടെ പരമ്പരാഗത വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒന്ന് ശ്രമിച്ചാൽ BJPക്ക് സാധിക്കും. അതുകൂടാതെ തന്നെ വിജയ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഒരു ലീഡറാണ്. കാരണം അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെങ്ങനെ വരും? ഒരാൾക്കൂട്ടമാണ് ബേസിക്കലി. വിജയ് എന്ന് പറയുന്ന ഒരൊറ്റ താരത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു സംവിധാനമാണ്. അപ്പം കേന്ദ്രത്തിൻ്റെ സംവിധാനമില്ലാതെ വിജയ്ക്ക് മുന്നോട്ട് പോവുക ഒരു വെല്ലുവിളിയാണ്. അതുകൂടാതെ കോൺഗ്രസുമായുള്ള അവരുടെ സഖ്യം ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. DMK ആണെങ്കിൽ ഒരു മുറിവേറ്റ സിംഹങ്ങളെ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലും വിജയ്ക്കെതിരെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അധികം വൈകാതെ തന്നെ സ്റ്റാലിനും കൂട്ടരൊക്കെ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി BJPക്ക് അവിടെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാനുള്ളൊരു അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു ദ്രാവിഡ പാർട്ടി തീർന്നിരിക്കുകയാണ്, മറ്റേ ദ്രാവിഡ പാർട്ടി ആണെങ്കിലും ഇപ്പം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദയനിധിയൊക്കെയാണ് ഇപ്പം പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ പോലുള്ള ഒരു ലീഡർ വീണ്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയ അതിൻ്റെ റിസൾട്ട് അധികം വൈകാതെ BJPക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.